എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്. ചിലർക്ക് പറയുക എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ മുരിഞ്ഞ് കിട്ടാറില്ല, അല്ലെങ്കിൽ ക്രിസ്പിനെസ് വരാറില്ല, ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട്, അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ പരിപ്പൊടി ഉണ്ടാക്കാൻ സാധാരണ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് ഏതാ വെച്ചാൽ പീസ് പരിപ്പാണ്. നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ ഇല്ലേ, ഗ്രീൻ പീസിൻ്റെ ആ പരിപ്പ് ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചിലർ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കും, കടലപ്പരിപ്പ് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ 2 പരിപ്പും വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ പീസ് പരിപ്പാണ്. ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു 250 ഗ്രാം ഉണ്ടാവും. ആ പീസ് പരിപ്പ് എടുത്ത് കഴുകി കുതിർത്തിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചതാണ്. നന്നായിട്ട് പോയി. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക് വേണം, 4 വറ്റൽമുളക്, ഒരു 10-15 ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു സവാള എടുത്താലും മതി, വലിയൊരു സവാള എടുക്കുക, അല്ലെങ്കിൽ ഒരു 15 പീസ് ചെറുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തണ്ട് കറിവേപ്പില പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കൂടിയിട്ട് ഒന്നുമില്ല ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചോപ്പറിൽ ഇട്ടിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്, ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ കപ്പിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്താലും മതി. ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതേപോലെ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. നമുക്ക് കായം പൊടി ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ നമുക്ക് പരിപ്പ് അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ പറ്റും. ഈ പരിപ്പ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഈ മാവ് എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ കിട്ടണം കേട്ടോ. അതാണ് പരിവ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് മുഴുവനോടെ അങ്ങനെ വളരെ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാൻ മിക്സിയിലും ചിലർ പറയും. പക്ഷെ നമ്മൾ അതിലിടുമ്പോൾ പരിപ്പ് എണ്ണയിലിടുമ്പോൾ കംപ്ലീറ്റ് പുറത്തേക്ക് വരും, പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ പരിപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എരിവ് അതുപോലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇതൊന്ന് നോക്കാം. അപ്പോൾ പൊന്തി വന്നു കഴിഞ്ഞാൽ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് മറിയണ്ട കേട്ടോ എണ്ണ. അതിന് മുമ്പ് നമുക്ക് ഇടണം. നമുക്ക് ഓരോ ഉരുളിയായിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്താട്ടോ. ബാംഗ്ലൂരൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ആൾക്കാർ അതിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യും. ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ. ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കും. അപ്പം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിന് താഴെ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവില്ല. ആയിട്ടുള്ള പരിപ്പ് വട സൂപ്പറാണ്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിനെസ് വരും. ഇതിന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം വറുത്തെടുക്കാം.
അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരിക്കലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എന്തായാലും മിസ്റ്റേക്ക് വരില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അടുത്ത തവണ നമുക്ക് ഒരു അടിപൊളി റെസിപ്പി ആയി കാണാം. ബൈ.